ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്നത് മൂലപാപങ്ങളിൽ നാലാമത്തേതായ കോപം അഥവാ ക്രോധം എന്നതിനെക്കുറിച്ചും അതിൻ്റെ മറുമരുന്നായ ക്ഷമ എന്ന പുണ്യത്തെക്കുറിച്ചുമാണ്. കോപം എന്ന പാപത്തിൻ്റെ ആ വേര് നമ്മളിലുണ്ടെങ്കിൽ അവ നമ്മളെ പല പാപത്തിലേക്കും, പ്രത്യേകിച്ച് മാരക പാപമായ കൊലപാതകത്തിലേക്കും നയിക്കുന്നു. ഇതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായത്തിൽ 8-ാം തിരുവചനം നമ്മോട് പറയുന്നത്, കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. സങ്കീർത്തകനിലൂടെ കർത്താവ് നമ്മോട് പറയാണ്, കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നമ്മളെ നയിക്കൂ. ഈ കോപം അനിയന്ത്രിതമായി വരുമ്പോഴാണ് അവ ക്രോധത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. കോപം എന്ന വികാരം എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു വികാരമാണ്. എന്നാൽ അത് അനിയന്ത്രിതമായി തീരുമ്പോഴാണ് നമ്മളെ ഓരോരുത്തരെയും പാപത്തിലേക്ക് നയിക്കുന്നത്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ 26-ഉം 27-ഉം തിരുവചനത്തിൽ നമ്മോട് പറയുന്നത്, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ. ഇവിടെ പറയാണ്, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. കോപം എന്ന വികാരം മനുഷ്യ മക്കളായ നമ്മളെല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒന്നാണ്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, എന്നാൽ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ. സൂര്യൻ അസ്തമിച്ച ശേഷവും ആ കോപം നീട്ടിവെക്കുകയാണെങ്കിൽ സാത്താന് നമ്മൾ അവസരം കൊടുക്കുകയാണ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഈ കോപം എന്ന പാപം അത് നമ്മൾ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ, 2-3 ദിവസത്തേക്ക് നീട്ടിവെക്കുകയാണെങ്കിൽ സാത്താന് നമ്മൾ അവസരം കൊടുക്കുകയും അവൻ നമ്മളുടെ ഓരോരുത്തരിലും കയറി പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 2-ാം അധ്യായം 10-11 തിരുവചനത്തിൽ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. നമ്മൾ യഥാർത്ഥത്തിൽ ആ ഡെലിവറൻസിൻ്റെ കൃപ വരുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത്. കാരണം ഡെലിവറൻസിൻ്റെ കൃപ വരുമ്പോൾ സാത്താൻ്റെ പ്രവർത്തനം മറ്റു വ്യക്തികളിലൂടെ വരുന്നത് നമുക്ക് മനസ്സിലാക്കുകയും ആ വ്യക്തികളല്ല, അവരിലൂടെ സാത്താനാണ് പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് വരികയും മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ഇത് സാത്താൻ നിങ്ങളെ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. അവൻ്റെ തന്ത്രങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായ നമുക്ക് ഓരോരുത്തർക്കും കോപം എന്ന വികാരത്തെ നിയന്ത്രിച്ച് നമുക്ക് ക്ഷമയെന്ന പുണ്യം കൊണ്ട് അതിനെ കീഴ്പ്പെടുത്താം. പ്രഭാഷകൻ്റെ പുസ്തകം 30-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ, മെരിക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും, ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. ഇവിടെയെല്ലാം പറയുകയാണ്, മെരിക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കുന്നത് പോലെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കോപം എന്ന വികാരത്തെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ക്രോധത്തിലേക്ക് നയിക്കും. അത് നമ്മളെ ഓരോരുത്തരെയും മാരകമായ പാപത്തിലേക്ക് നയിക്കും. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മുടെ ആദി മാതാപിതാക്കന്മാരുടെ മക്കളായ ആബേലിനും കായേലിനും സംഭവിച്ചത്. ഇവിടെ ആബേലും കായേലും ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ്. കായേന് തൻ്റെ കൃഷിയിൽ നിന്ന് ഒരു ഭാഗം കർത്താവിന് ബലിയർപ്പിക്കുകയാണ്. ആബേലാകട്ടെ തൻ്റെ ആട്ടിൻകുട്ടികളിൽ ഏറ്റവും കൊഴുപ്പുള്ളതിനെ എടുത്ത്, ഏറ്റവും നല്ലതിനെ എടുത്ത് കർത്താവിന് ബലിയർപ്പിക്കുകയാണ്. ദൈവം ആബേലിൻ്റെ ബലികളിൽ പ്രസാദിക്കുകയാണ്.
ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 5 മുതൽ 7 വരെയുടെ തിരുവചനത്തിൽ, എന്നാൽ കായേലിനും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേലിനെ അത്യധികം കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. അപ്പോൾ ആ അസൂയ എന്ന പാപത്തിൽ നിന്ന് കോപത്തിലേക്ക് നയിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ മുഖം കറക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, കോപം എന്ന വികാരം അനിയന്ത്രിതമായി വരുമ്പോൾ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. നമ്മുടെ ഓരോരുത്തരുടെയും മുഖം കറക്കും. നമ്മുടെ ശരീരത്തിൽ തന്നെ ആ കോപം എന്ന വികാരം ശക്തിയായിട്ട് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇവിടെ പറയുകയാണ്, ഇത് മുഖം കറുത്തു. അപ്പം കർത്താവ് കായേലിനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. ഇവിടെ എല്ലാം സംഭവിച്ചത് കോപം എന്ന പാപം കായേലിന് വന്നപ്പോൾ അവൻ്റെ മുഖം കറക്കുകയും അവനെ തന്നെ നിയന്ത്രിക്കാതെ വരികയും ചെയ്തപ്പോൾ പടിവാതിക്കൽ കാത്തുനിന്ന പാപം അവനെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മൾ കണ്ടു, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അപ്പം ഓരോ പാപവും നമ്മുടെ ജീവിതത്തിൻ്റെ പടിവാതിക്കൽ കാത്തു നിൽപ്പുണ്ട്. ഒരു ചെറിയ ചെറിയ പാപം ചെയ്യുമ്പോൾ അവ എപ്പോഴും നമ്മളിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ താല്പര്യം എന്തു ചെയ്യും? നമ്മളെ ഓരോരുത്തരെയും വീണ്ടും 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 പാപത്തിലേക്ക് നയിക്കും. അതിനുശേഷം ഈ കായേലിൻ്റെ കോപം ആബേലിൻ്റെ മേൽ കയർത്ത് കയറി അവനെ കൊല്ലുകയാണ് ചെയ്തത്. ആ കോപം എന്ന വികാരം നിയന്ത്രിക്കാത്തത് കൊണ്ട് മാരകപാപമായ കൊലപാതകത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കറിയാം, പല പല സംഭവങ്ങൾ തുടക്കത്തിൽ വെറും നിസ്സാര കാര്യമായിരിക്കും. എന്നാൽ അത് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കാതെ പല പല കൊലപാതകത്തിലേക്ക്, പല പല പാപത്തിലേക്ക് തിരിച്ചുവിട്ട അനേക സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ വളരെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്, ചെറിയ കോപമാണ്. ആ കോപം നാവിലൂടെ പുറത്തു വരുന്നു. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം 16-17 തിരുവചനത്തിൽ, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു, അതിന് 4 ശാഖകളുണ്ട്. കോപം എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നി അതിന് 4 ശാഖകളായി നന്മയും തിന്മയും ജീവനും മരണവും ഇട്ട് പറയാണ്. നാവാണ് ഇതിൻ്റെ നീന്താവ്. നമ്മൾ ആ ഉള്ളിലെ കോപം പുറത്തു വരുന്ന അവയവമാണ് നാവ്. ഈ നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ദുഷിക്കുമ്പോൾ അവർക്കും കൺട്രോളില്ലാതെ അവരും കോപത്തിന് അടിമയാകുകയും തിരിച്ച് ശക്തമായി എതിർക്കുകയും അങ്ങനെ വലിയ ശണ്ടയുണ്ടായി പല പല പാപത്തിലേക്ക് അവ നയിക്കുന്നു. നാം കണ്ടു, പാപം പടിവാതിക്കൽ കാത്തു നിൽക്കുകയാണ്. നമ്മളൊരു കൊച്ചു പാപം ചെയ്യുമ്പോൾ അത് നമ്മൾ താല്പര്യം വെച്ച് നമ്മളെ അത് കീഴടക്കുകയാണ് ചെയ്യുന്നത്. ഈ പാപങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്താതെ ഓരോ വികാരങ്ങൾ മനുഷ്യരാണ് നമുക്കുണ്ടാകും. ആ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പാപത്തെ കീഴ്പ്പെടുത്തി പുണ്യങ്ങൾ അഭ്യസിച്ച് ഈ മൂലപാപത്തിൻ്റെ കോപത്തിൻ്റെ വേരുകൾ നമ്മളിൽ നിന്ന് വേരോടെ നമുക്ക് പറിച്ചു കളയാം. റോമാക്കാർക്ക് ലേഖനം 11-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, തായ് വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും പരിശുദ്ധമാണ്. അപ്പോൾ നമ്മുടെ വേര് പരിശുദ്ധമാണെങ്കിൽ ദൈവീക ഫലങ്ങൾ നമ്മളിൽ നിന്ന് വരും. ഈ വേര് മൂലപാപങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മളെങ്കിൽ പാപത്തിൻ്റെ വേരുകൾ നമ്മളിൽ പടർന്നിരിക്കും. അതുകൊണ്ട് ഈ വേരുകളെ നമുക്ക് പറിച്ച് ആ പാപം നമ്മളിൽ താല്പര്യം വയ്ക്കാതെ അതിനെ നമുക്ക് ഓരോരുത്തർക്കും കീഴടക്കാൻ ശ്രമിക്കാം. ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടവരായ നമുക്ക് ഓരോ പാപങ്ങളെയും നിയന്ത്രിക്കാം.
പ്രഭാഷകൻ്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 28-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ, കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ പാപങ്ങൾ കുറയും, കോപിഷ്ഠൻ കലഹം ജ്വലിപ്പിക്കുന്നു. കോപിഷ്ഠരാണ് എങ്കിൽ അവിടെ കലഹം ജ്വലിപ്പിക്കുകയാണ്. ഈ കലഹത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിന്നാൽ എവിടെ കലഹമുണ്ടാകുന്നുവോ ആ കലഹത്തിൻ്റെ ഒരു തീക്കനൽ, ഒരു വാക്ക് കേട്ടാൽ മതി. അത് നമ്മളെ എന്തെങ്കിലും പറയുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളെല്ലാം കലഹത്തിലേക്ക് വീണ് നമ്മുടെയും നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുന്നത്, കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നീക്കുക. എവിടെ കലഹമുണ്ടോ നമ്മൾ ആ സമയത്ത് മാറി നിന്ന് 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ കൃപ അവിടെ പ്രവർത്തിക്കുകയും ആ കലഹത്തിൻ്റെ അരൂപി അവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. അതാണ് 1 തിമോത്തിയോസ് 2-ാം അധ്യായം 8-ാം തിരുവചനത്തെ പറയുന്നത്. അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാരെ കീഴ്പ്പെടുത്തുന്ന പാപമാണ് കോപം അല്ലെങ്കിൽ കലഹം. 2 കരങ്ങളും നമ്മൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ, പ്രത്യേകിച്ച് ദേഷ്യം, കോപം നിയന്ത്രിക്കാതെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ നാവിനെ നിയന്ത്രിച്ച് 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ അന്തരീക്ഷ ശക്തിയുടെ അധീശൻ അവിടെ നിന്ന് വിട്ടുപോകുകയും കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ പ്രകടമാകുകയും ചെയ്യും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ കലഹത്തിൻ്റെ, ആ ശണ്ഠയുടെ, തിന്മയുടെ ശക്തിക്ക് അവിടെ നിൽക്കാൻ സാധിക്കാതെ വരുന്നു. അതാണ് നിയമാവർത്തനം 28:10 പറയുന്നത്, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ള സകല ജനതകളും നിന്നെ ഭയപ്പെടുവാൻ ഞാൻ ഇടയാക്കും. ഈശോയുടെ നാമം നമ്മൾ ഏറ്റു പറയുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ ശണ്ഠയുടെ, തിന്മയുടെ, കലഹത്തിൻ്റെ ശക്തി അവിടെ അവസാനിക്കുകയും ദൈവരാജ്യം, ദൈവസ്നേഹം, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രകടമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മളെ കോപം കീഴ്പ്പെടുത്താൻ വരുന്നുവോ ആ സമയത്തെ 2 കരങ്ങളും ഉയർത്തി കർത്താവിനെ നമ്മൾ സ്തുതിക്കുക. ആ സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 34-ഉം 35-ഉം തിരുവചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്. എന്തെന്നാൽ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു, പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല, അവന് നഷ്ടപരിഹാരമൊന്നും സ്വീകരിക്കുകയുമില്ല, എത്ര വലിയ പാരിതോഷ്യങ്ങളും അവനെ പ്രീണിപ്പെടുത്തുകയില്ല. ഇവിടെ പറയാണ്, അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു. ഇതാണ് നാം കണ്ടത്. കായേനിൻ്റെ അസൂയ അവനെ കോപാകുലനാക്കുകയും അവന് തന്നെ നിയന്ത്രിക്കാതെ വരികയും ചെയ്തു. ഇവിടെ പറയുകയാണ്, പ്രതികാരം ചെയ്യുമ്പോൾ അവന് ദാക്ഷിണ്യം കാട്ടുകയില്ല, അവൻ നഷ്ടപരിഹാരമൊന്നും സ്വീകരിക്കുകയുമില്ല, എത്ര വലിയ പാരിതോഷ്യങ്ങളും അവനെ പ്രീണിപ്പെടുത്തുകയുമില്ല. പ്രത്യേകിച്ച് പുരുഷന്മാരെ കീഴ്പ്പെടുത്തുന്ന ഈ കോപം എന്ന ആ സ്വഭാവത്തെ, ആ മൂലപാപത്തെ കീഴ്പ്പെടുത്തണം. ഇതായിരുന്നു സൗളിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. സൗളും ദാവീദും യുദ്ധം ചെയ്തപ്പോൾ, ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ അവരെല്ലാം പാടി, ദാവീദ് 10,000 കൊന്നു, സൗളാകട്ടെ 1000 കൊന്നു. ഈ ഒരു ജനത്തിൻ്റെ വാക്കുകൾ സൗളിന് അസ്വസ്ഥനാവുകയും അസൂയ ജനിക്കുകയും പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൽ ദാവീദിനെ കൊല്ലുവാൻ ദാവീദിൻ്റെ പുറകെ നടക്കുകയുമാണ് ചെയ്തത്. ഇതാണ് അസൂയയാണ് കോപത്തിലേക്ക് നയിച്ചത്. ഈ കോപമാണ് കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കൈകൾ ഉയർത്തുവാൻ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് മൂലപാപങ്ങളിൽ 4-മത്തേതായ ഈ കോപത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം. പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. നമ്മൾ ഓരോരുത്തരും ഇത് ചെറിയ കാര്യമാണ്, നിസ്സാര കാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മൾ അല്പാൽപമായി നശിച്ച് ആ നാശം നമ്മളെ ഓരോരുത്തരെയും വലിയ നാശത്തിലേക്ക് എത്തിച്ചേർക്കും. അതുകൊണ്ട്
ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അവഗണിക്കാതെ അവയിൽ നമുക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം. അതാണ് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നത്. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. നമ്മൾ നിസ്സാര കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. സാത്താൻ നമ്മുടെ ബുദ്ധിയിൽ ചിന്തയിൽ കൊണ്ടിടുന്ന ഒരു കാര്യമാണ്, ഇത് നിസ്സാര കാര്യമല്ലേ, നിസ്സാരമില്ല. നമ്മളത് അവഗണിച്ച് കൊണ്ടുപോവുകയാണ്, നമ്മളതിൽ ശ്രദ്ധയില്ലെന്നാക്കി മാറ്റും. കാരണം നമ്മൾ ഓരോരുത്തരും എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൽ ആത്മീയ സമരം എന്നാണ് ആ ഒരു വചനഭാഗത്തിൻ്റെ ഹെഡിങ്. സ്വർഗരാജ്യത്തേക്കുള്ള യാത്രയിൽ നമ്മൾ ഒരു ആത്മീയ യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വിവേകമാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വചനത്തിൽ പറയുന്നത്, സർപ്പത്തെപ്പോലെ വിവേകവും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കും. വിവേകത്തോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിക്കും. 1 കൊരിന്തോസ് 12-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപ, നിസ്സാര കാര്യങ്ങൾ പോലും അവഗണിക്കാൻ സാധിക്കാതെ നമുക്ക് അവയിലെല്ലാം നിസ്സാര കാര്യത്തിലും ദൈവം വെളിപ്പെടുത്തി തരും. കരുതൽ വേണം, ജാഗരൂകത വേണമെന്ന്. ഇങ്ങനെയാണ് ഈ ആത്മീയ സമരത്തിൽ നമുക്ക് സാത്താനെ പരാജയപ്പെടുത്തി പാപങ്ങളെ കീഴ്പ്പെടുത്തി നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 12 മുതലുള്ള തിരുവചനത്തിൽ, എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. സങ്കീർത്തൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മളുടെ വിചാരം നമ്മളാണ് ഏറ്റവും നല്ലവരെന്ന്. ഇവിടെ പറയാണ്, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ബോധപൂർവം ചെയ്യുന്ന ഓരോ പാപങ്ങളാണ് നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്നത്. പാപം നമ്മളുടെ മേൽ ആധിപത്യം പുലർത്തിയാൽ എന്തായി തീരുമെന്ന് നാം കണ്ടു. അവ നമ്മളിൽ താല്പര്യം വെക്കും, നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ഈ കർഷകരെ സംബന്ധിച്ച് ഇത്തിക്കണ്ണി എന്ന് വെച്ചാൽ എന്താണെന്നറിയാം. അത് നമ്മുടെ മാവേലോ ഏതെങ്കിലും വൃക്ഷത്തേലോ കയറിയാൽ ആദ്യമേ ആ ഇലകൾ മുഴുവൻ ഇത്തിക്കണ്ണികൾ കൊണ്ട് നിറയും. ഇലയുടെ മുകളിൽ ഇത്തിക്കണ്ണിയാകും. അതിനുശേഷം അതിൻ്റെ മരത്തേൽ അതിൻ്റെ വേര് പിടിച്ച് മരവുമായിട്ട് ലയിച്ച് പിന്നീട് ആ മരത്തിന് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കാതെ മുഴുവൻ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ മരം തന്നെ ചോടോടെ വെട്ടിക്കളയേണ്ട അവസ്ഥയിലേക്ക് വരും. ഇതുപോലെ തന്നെയാണ് ഓരോ പാപങ്ങളും നമ്മുടെ മേൽ ആധിപത്യം പുലർത്തിയാൽ ചെറുപ്രായത്തിൽ ഈ പാപത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓരോ പാപങ്ങൾ നമ്മളിൽ എൻട്രി ചെയ്യുമ്പോഴേ നമ്മളതിനെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അവൻ നമ്മളെ കീഴ്പ്പെടുത്തി നമുക്ക് ആ ദൈവിക സ്വഭാവങ്ങൾ, ദൈവിക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് പകരം ആ ഇത്തിക്കണ്ണിയെപ്പോലെ മോശമായ പാപങ്ങളാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. 23-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുവചനത്തിന് വലിയൊരു പ്രാർത്ഥന പ്രഭാഷകൻ ചെല്ലുന്നുണ്ട്. ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിൽ 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ, എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അതായത് പാപത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവ നിമിത്തം ഞാൻ വീഴാൻ ഇടയാകരുതേ. കാരണം നമ്മൾ കണ്ടു, പാപം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തും. പ്രത്യേകിച്ച് ബോധപൂർവം ചെയ്യുന്ന പാപങ്ങൾ നമ്മളുടെ മേൽ ആധിപത്യം പുലർത്താൻ വളരെ എളുപ്പമാണ്. എൻ്റെ ചിന്തകളെ നേർവഴി നയിക്കാൻ ഒരു ചാട്ടയും
എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ പാപങ്ങളെ നമ്മൾ കീഴ്പ്പെടുത്തി നിർത്തി ഇല്ലെങ്കിൽ, ഇവിടെ പറയാനൊരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എൻ്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. പറയാണ്, ശത്രുക്കൾക്ക് നമ്മൾ കീഴ്പ്പെടുന്നത് എപ്പോഴാണ്? ഓരോ പാപങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ, പഴയ നിയമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഇസ്രായേൽ ജനം ഈജിപ്തുമായി യുദ്ധം ചെയ്യുമ്പോൾ അവർ പറയുകയാണ്, യഹൂദർ ഏതെങ്കിലും തരത്തിൽ പാപം ചെയ്താൽ ദൈവമായ കർത്താവ് അവരെ ശിക്ഷിക്കുകയും അപ്പോൾ നാം അവരോട് യുദ്ധം ചെയ്താൽ നമുക്കവരെ പരാജയപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. ഇത് തന്നെയാണ് നമ്മൾ വിശുദ്ധി കൊണ്ട് നിറയുകയാണെങ്കിൽ, പാപം നമ്മളെ കീഴ്പ്പെടുത്താതിരുന്നാൽ ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനത്തിൽ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ മിതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരു പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. അതായത് ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിച്ചാൽ, പാപങ്ങൾ നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മളെ കർത്താവ് ഒരു മെതിവണ്ടിയാക്കും. എന്നിട്ട് പറയണം, നീ മലകളെ മെതിച്ച് പൊടിയാക്കും. നമ്മുടെ മുമ്പിൽ മലകൾ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു JCB ഉണ്ടെങ്കിൽ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരു പോലെയാക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതിനെല്ലാം കീഴ്പ്പെടുത്തി ദൈവരാജ്യത്തിലേ മുന്നോട്ട് പോകാൻ സാധിക്കും. അതേസമയം ഒരു പാപം നമ്മളെ കീഴ്പ്പെടുത്തിയാലോ, മലകളെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല, ഈ മലകൾ നമ്മളെ കീഴ്പ്പെടുത്തും. അതാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആയിരുന്ന സമയത്ത് മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരുന്നു? അവന് ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മേൽ മുഴുവൻ അധികാരം അവനായിരുന്നു. എന്നാൽ പാപം വന്നപ്പോൾ താളം തെറ്റുകയും പ്രപഞ്ചം അവനെ കീഴ്പ്പെടുത്തുകയും അവൻ പ്രപഞ്ചത്തിലോട് മല്ലടിച്ച് മുള്ളുകളും മുൾച്ചെടികളും കായ്ച്ചുകൊണ്ട് ആ പ്രപഞ്ചവുമായിട്ടുള്ള ആ താളം തെറ്റുകയാണ്. അപ്പോൾ നമ്മൾ ദൈവവുമായി ഒന്നായിത്തീരുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെപ്പോലെ സർവ്വ സൃഷ്ടികളുമായി നമുക്കും ഐക്യമുണ്ടാകുകയും ആ സൃഷ്ടികൾ നമ്മളെ ഓരോരുത്തരെയും ബഹുമാനിക്കുകയും ചെയ്യും. ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടോ, സൃഷ്ടപ്രപഞ്ചം നമ്മളെ ഓരോരുത്തരെയും അനുസരിക്കും. കാട്ടുമൃഗങ്ങളും കാട്ടാടുകളും എല്ലാം ആ ദൈവനാമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. അതാണ് ആ വിശുദ്ധ ഫ്രാൻസിസ് അസിസി വിശുദ്ധിയിൽ പരിപൂർണത വന്നപ്പോൾ, പുലി വന്നപ്പോഴും ഏത് മൃഗങ്ങൾ വന്നാലും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നതായിട്ട് നാം കാണുന്നു. എന്താണ്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11 അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനത്തിൽ ചെന്നായും ആട്ടിൻകുട്ടിയും പരസ്പരം ഒന്നിച്ച് കഴിയുകയാണ്. ഇവിടെ എല്ലാം പറയണം. എന്നിട്ട് പറയാണ്, സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. നമ്മൾ ആ ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കുടികൊണ്ടാൽ, ആ കുഞ്ഞ് സർപ്പപ്പുത്തിന് മുകളിൽ കളിക്കുന്നത് പോലെ അണലിയുടെ അളയിൽ കൈയിട്ടാലും അവിടെ ഒന്നും സംഭവിക്കില്ല. എന്നിട്ട് പറയണം, എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരു ദ്രോഹവും നാശവും ഉണ്ടാവുകയില്ല. നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധഗിരിയിലാണെങ്കിലോ ആ ഏദനിലേക്ക് നമുക്കും എത്തപ്പെടാൻ സാധിക്കും. ആ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നമുക്ക് ഓരോരുത്തർക്കും അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ മൂലപാപത്തിൻ്റെ വേരുകൾ നമ്മളിൽ നിന്ന് പറിച്ചെടുത്താൽ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയായ ആ ഏദനിൽ നമുക്കും വാസമർപ്പിക്കാൻ സാധിക്കും. സർവ്വസൃഷ്ടികളുമായുള്ള ഐക്യം, സ്വർഗവുമായിട്ടുള്ള ഐക്യം അവിടെ സംജാതമാവുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ കോപം എന്ന പാപത്തിൻ്റെ മറുമരുന്നാണ് ക്ഷമ. നമ്മൾ കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ
ആരോടെങ്കിലും നമുക്ക് പിണക്കമുണ്ടെങ്കിൽ, നമ്മോട് ആർക്കെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ഓടിപ്പോയി അവരുടെ അടുത്ത് പോയി ക്ഷമ പറയുകയോ മാപ്പ് ചോദിക്കുകയോ ചെയ്യരുത്. മറിച്ച് ഹൃദയത്തിൽ നമ്മൾ അവർക്ക് ക്ഷമ കൊടുക്കുക. കാരണം നമ്മൾ കർത്താവിലേക്ക് വന്നു, അവർ കർത്താവിലേക്ക് വന്നില്ല. നമ്മൾ അവരുടെ അടുത്ത് പോയി ക്ഷമ ചോദിക്കുമ്പോൾ അവർ കർത്താവിലല്ലാത്ത അവസ്ഥയിൽ നമ്മളെ ചീത്ത പറയുമ്പോൾ നമുക്കും ക്ഷമിക്കാൻ സാധിക്കാതെ ആ സമയത്ത് സാത്താൻ അവിടെ പ്രവർത്തിക്കും. അതാണ് 1 പത്രോസ് 5-8 തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ്. അവന് ഏത് സമയത്തും നമ്മുടെ വീഴ്ച ആഗ്രഹിക്കുന്ന സാത്താന് നമ്മൾ ക്ഷമ പറയാൻ പോകുമ്പോൾ അവരിലൂടെ കയറി പ്രവർത്തിക്കും. പിന്നീട് നമ്മുടെ ആത്മീയ ചൈതന്യമെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ ക്ഷമ കൊടുക്കുക, പ്രാർത്ഥിക്കുക. അവർ തിരിഞ്ഞ് മനസ്സാന്തരം വരുമ്പോൾ നമ്മുടെ അടുത്ത് വരും. അപ്പോൾ ഏറ്റവും രമ്യതയിലായിരിക്കുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-9 തിരുവചനത്തിൽ, നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുമുള്ള വിവേചനാശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്നേഹം എപ്പോഴും ജ്ഞാനത്തിലായിരിക്കണം, വിവേചനാശക്തിയിലായിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യാമൂ. തിന്മയുടെ ശക്തികൾ എപ്പോഴും നമ്മുടെ പതനമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവിക സ്നേഹത്തിലായിരിക്കുക, വിവേകത്തിലായിരിക്കുക. ഇതാണ് തീത്തോസിൻ്റെ ലേഖനത്തിലൂടെ 2-ാം അധ്യായം 5-ാം വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് രക്ഷിക്കുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കും. ദൈവവചനത്തെ അപകീർത്തിപ്പെടുത്തുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നാം കാണുകയായിരുന്നു, ആ കോപം എന്ന മൂലപാപത്തിൻ്റെ മറുമരുന്നാണ് ക്ഷമ എന്ന പുണ്യം. നമ്മുടെ കർത്താവിൻ്റെ ഡെഫിനിഷൻ, അതാ നിർവചനം എന്താണ്? പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 6-8 വരെയുള്ള തിരുവചനത്തിൽ അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യധാരൻ. ഇവിടെ പറയുകയാണ്, കർത്താവ് കോപിക്കുന്നതിൽ വിമുഖനാണ്. മനുഷ്യരായ നമ്മളോ കോപിക്കുന്നതിൽ മുൻപന്തിയിലാണ്. പറയുകയാണ്, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറയോളം ശിക്ഷിക്കുന്നവൻ. ദൈവത്തിൻ്റെ സ്വഭാവം അഥവാ ദൈവത്തിൻ്റെ നിർവചനം എന്നാൽ കോപിക്കുന്നതിൽ വിമുഖനാണ്, ക്ഷമിക്കുന്നതിൽ മുൻപന്തിയിലാണ്. നമ്മളോ നേരെ തിരിച്ച്. അതുകൊണ്ട് നമുക്കും ആ ക്ഷമയെന്ന പുണ്യം എടുത്തുകൊണ്ട് ഈശോയുടെ വിശുദ്ധ പത്രോസ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനത്തിൽ, എന്നോട് കോപിക്കുന്നവനോട് എത്ര പ്രാപ്തം ക്ഷമിക്കണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, അൺകണ്ടീഷണൽ ലവ്. അതായത് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ക്ഷമയാണ് ഏറ്റവും വലിയ പുണ്യം. ക്ഷമ നമ്മൾ സ്വീകരിച്ചാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും മുൻപിലെത്തും. സാത്താൻ ലജ്ജിച്ച് താഴ്ത്തുന്നത് 2 പുണ്യങ്ങളുടെ മുമ്പിലാണ്, പ്രത്യേകിച്ച് എളിമയുടെയും ക്ഷമയുടെയും. എളിമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. മാനുഷികമായ രീതിയിൽ പറഞ്ഞാൽ ക്ഷമ ആട്ടുസൂപ്പിനേക്കാൾ വലുതാണെന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ക്ഷമിക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ വിജയിക്കും. പിന്നീട് ലോകത്തിലും നമുക്ക് വിജയം നേടാൻ പറ്റും. അതാണ് ക്ഷമ. അതുതന്നെയാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമുക്കും ഈ ക്ഷമയെന്ന പുണ്യമെടുക്കാം. എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുവാൻ
ക്ഷമ എന്ന പുണ്യത്തിന് സാധിക്കും. അപ്പോൾ കോപം എന്ന ആ മൂലപാപത്തിൻ്റെ വേരുകൾ നമ്മളിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കോപത്തെ നമുക്ക് നിയന്ത്രിച്ച് ക്ഷമ എന്ന പുണ്യത്തെ നമുക്ക് സ്വീകരിക്കാം. ആ വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. കൊളോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. നമ്മളോട് ആ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും വിനയത്തിൻ്റെയും എല്ലാം വസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. എന്ന് പറയാണ്, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമയോടെ വർത്തിക്കുവിൻ. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ. പരിഭവം ഉണ്ടാകും, പക്ഷേ ഹൃദയത്തിൽ നമുക്ക് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്ക് എഫേർട്ടിടാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരൻ്റെ പരിശുദ്ധതയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.